ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നും ഓട്ടോ കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഓടിയേ പറ്റുള്ളൂ. നമ്മളല്ലേ ഓടേണ്ടത്. അപ്പം രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിലെ പണികൾ മുഴുവൻ ഉച്ചവരെയുള്ളത് തീർത്തിട്ട് വേണം എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഓടാൻ. പോയിട്ട് വരുമ്പം പിന്നെ വൈകുന്നേരമാവും. എന്നാണെങ്കിൽ വെള്ളിയാഴ്ചയല്ലേ, 6:30 തൊട്ട് 7:30 വരെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇരുമ്പുപ്പുളി ഒന്ന് പറിക്കാനും പിന്നെ മുറ്റമെല്ലാം ഒന്ന് തൂക്കാനും ഇറങ്ങിയതാണ്. ചൂലും എടുത്തുകൊണ്ട് ഇറങ്ങിയത് കണ്ടോ, എല്ലാം ഇല വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മുറ്റം അടിക്കണം, ഇരുമ്പുപ്പുളി എല്ലാം പറിക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. പറിച്ച് നമുക്ക് ഉപ്പിലിടുകയോ അച്ചാറിടുകയോ ചെയ്യാമല്ലോ. ചർച്ചിൽ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അത്രമാത്രം ഇല്ല കണ്ടോ. പിന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞ് റെഡിയായ ആരൺ ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ പോയായിരുന്നു. അപ്പോൾ ആരൺ വന്നു, ഞങ്ങൾ റെഡിയായി ഓട്ടോ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കറിവേപ്പില ഞാൻ കൊണ്ട് ഗ്രോ ബാഗിൽ നല്ല വെയിലുള്ളടുത്ത് വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം കോഴിയെ ഇറക്കി വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ല, അതെല്ലാം കുത്തിപ്പറിച്ച് തന്നെ. കഴിഞ്ഞ ദിവസം ഒരു 3-4 പറിച്ച് കഴിച്ചു. ഭയങ്കര വിഷമമായിപ്പോൾ എനിക്ക്. അതിന് ഫ്ലവർ ഷോയുടെ അവിടുന്ന് 50 രൂപയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. അപ്പം ഓട്ടോ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ദിവസത്തേക്കൊക്കെ വീഡിയോ ഇടുന്നത് ഇങ്ങനെയൊക്കെ പോക്കും വരവും മാത്രമായിരിക്കുമേ. കാരണം വലിയ പാചകമൊന്നും ചെയ്യുന്നില്ല. ഇന്നലെ സാമ്പാർ വെച്ച് അത് ഇന്നും കൂട്ടി. കിളിമീൻ വറുത്തു, ഇന്നലെ കുറിച്ചി വറുത്തു, ഇന്ന് കിളിമീൻ വറുത്തു. അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള പരിപാടി. രാവിലെ 2 ദിവസമായിട്ട് പാലപ്പമായിരുന്നു, അത് പാലൊഴിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ആരണ്. മീനിൻ്റെ പരിപാടി തീരുമ്പം ചിക്കനുമൊക്കെ നമുക്ക് കറി വെച്ച് അവന് കൊടുക്കാം. അതൊക്കെ എപ്പോഴും എന്നാ കാണിക്കാൻ. അപ്പം വെറൈറ്റി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പോക്കിൻ്റെയും വരവിൻ്റെയും എങ്കിലും ഒന്ന് കാണിച്ച് അതൊക്കെ ഒന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ ആകെ വിഷയമാവും. എന്നും വീഡിയോ ഇടണമല്ലോ. ഇത് ബജ്ജിക്കടയിൽ തിരിച്ച് പോരുന്ന വഴിക്ക് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ബജ്ജിക്കടയിൽ കയറി ബജ്ജി, അവന് മുട്ട ബജ്ജി, എനിക്ക് ഉള്ളിവടയും മേടിച്ച് ഓട്ടോച്ചേട്ടനും ഒരു ഏത്തയ്ക്കാപ്പമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പുള്ളി അവിടെ വണ്ടിയായിരുന്നു, പെട്ടെന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. രാവിലത്തെ പാല് കാച്ചിയത് മിച്ചം ഉണ്ടായിരുന്നു, ബ്രൂ കോഫി ഇട്ട് ഞങ്ങൾ കുടിച്ചു. ഇനി വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് റെഡി ആവുക. 5:30 ആകുമ്പം 6 ആകുമ്പോൾ പോകണം. ഓക്കേ.